2024 ജനുവരി മാസം നടന്ന +2 മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ലാബ് 13 ലിമിറ്റ്സ് 13ാമത്തെ ലാബായ ലിമിറ്റ്സിൽ നിന്നും പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ഓൺലി വൺ ഓഫ് ദി ഫോളോയിങ് ഇൻപുട്ട് കമാൻഡ് ഹാവിൻ ടിക്ക് മാർക്ക്. അപ്പോൾ ഇവിടെ 1, 2, 3 എന്നിങ്ങനെ 3 ഇൻപുട്ട് കമാൻഡ്സ് നൽകിയിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് ടിക്ക് മാർക്ക് ഉണ്ടാവും, അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ കമാൻഡ് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ക്വസ്റ്റിന് 2 പാർട്ട് ഉണ്ട്, എ പാർട്ടും ബി പാർട്ടും. ഈ എ പാർട്ട് ഒന്ന് നോക്കാം. യൂസിങ് എബോവ് ഇൻപുട്ട് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന ഇൻപുട്ട് കമാൻഡ് ഉപയോഗിച്ച് എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കണം. നമുക്ക് ഒന്നാമത്തെ ഇൻപുട്ട് കമാൻഡിലുള്ള ഫംഗ്ഷൻ നോക്കാം. നോക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8, എക്സ് ഗ്രേറ്റർ ദാൻ 5, എക്സ്. അപ്പോൾ ഈ ഇൻപുട്ട് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് എഫ് ഓഫ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജിയോജിബ്ര വിൻഡോയിലെ ഇൻപുട്ട് ബാറിൽ ഈ കമാൻഡ് ഇതേപടി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്നുള്ള പോർഷൻ ടൈപ്പ് ചെയ്യണമെന്നില്ല, ഈഫ് മുതലുള്ള പോർഷൻ ടൈപ്പ് ചെയ്താൽ മതി. കമ്പ്യൂട്ടർ അതിന് ഡിഫോൾട്ടായിട്ട് എഫ് ഓഫ് എക്സ് എന്ന് പേര് കൊടുത്തോളും. അപ്പോൾ നമുക്ക് ഈ ഈഫ് മുതലുള്ള പോർഷൻ ടൈപ്പ് ചെയ്യാം. ജിയോജിബ്ര വിൻഡോ എടുക്കുക. ജിയോജിബ്ര വിൻഡോയിൽ ഈ താഴെ ഇൻപുട്ട് ബാറിൽ if ബ്രാക്കറ്റ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിനെ എക്സ് ക്യാപ്പ് 2 മൈനസ് 6x പ്ലസ് 8, എക്സ് ഗ്രേറ്റർ ദാൻ 5, എക്സ്. ഇതാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കമാൻഡ്. കമാൻഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. നോക്കുക, ഗ്രാഫ് വന്നിട്ടുണ്ട്. കൂടാതെ ഓൾജിബ്ര വിൻഡോയിൽ അതിൻ്റെ എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഇക്വേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾജിബ്ര വിൻഡോ ചെറുതാക്കി വെച്ചേക്കാം, അത് നമുക്ക് ഇത്ര ആവശ്യമില്ല. നമുക്ക് ഈ ഗ്രാഫിലേക്ക് നോക്കുക. അപ്പോൾ ഇതാണ് ഗ്രാഫ്. 2 പോർഷനുണ്ട്. എക്സൈസിലെ 5ന് നേരെ ഈ ഗ്രാഫ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് കാണുന്നത്. അപ്പോൾ ഈ ഭാഗം ഒരു പരാബോളിക് ഷേപ്പും ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈനുമാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക, ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, ഗ്രാഫ് വരച്ചു. ഇനി ബി പാർട്ട് നോക്കുക. ഒബ്സർവ് ദി ഗ്രാഫ്, റൈറ്റ് ദി ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 5. ആ ഗ്രാഫ് നോക്കി എക്സ് ഈക്വൽ ടു 5 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുക. കൂടാതെ അതിൻ്റെ ബാക്കിയുണ്ട്, ഡിസ്കസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 5. എക്സ് ഈക്വൽ ടു 5ൽ ഈ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നും കൂടെ നോക്കണം. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 5ൽ ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് കാണുന്നതിനായിട്ട് 5ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ നോക്കുക. ആ പോർഷനിൽ എക്സൈസിലെ 5ന് നേരെയുള്ള പോയിൻ്റ് നോക്കുക. അതായത് ഈ പോയിൻ്റ് വരും, 5ന് നേരെയുള്ള പോയിൻ്റ്. അതിന് നേരെയുള്ള വൈ വാല്യൂ ആണ്, അതിന് നേരെയുള്ള വൈ ആക്സിലെ വാല്യൂ ആണ് അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റ്. അപ്പോൾ ഈ പോയിൻറ്റിന് നേരെയുള്ള വൈ ആക്സിലെ വാല്യൂ എത്രയാണ്? 3. അപ്പോൾ എക്സ് ഈക്വൽ ടു 5ലെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഒന്നുകൂടി പറയാം, എക്സ് ഈക്വൽ ടു 5 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ 5ന് ഇടതുവശത്തുള്ള പോർഷൻ നോക്കുക. ആ പോർഷൻ്റെ എക്സ് ആക്സിലെ 5ന് നേരെയുള്ള പോയിൻ്റ് നോക്കുക. അപ്പോൾ ഈ പോർഷനിൽ എക്സൈസിലെ 5ന് നേരെയുള്ള പോയിൻ്റ് ഈ നേരെ മുകളിൽ വരുന്ന ഈ പോയിൻ്റാണ്. ആ പോയിൻ്റ് നേരെയുള്ള വൈ ആക്സിലെ വാല്യൂ, അല്ലെ ഈ പോയിൻ്റിൻ്റെ വൈ കോർഡിനേറ്റ് അത് തന്നെ, ഈ പോയിൻ്റ് നേരെയുള്ള വൈ ആക്സിലെ വാല്യൂ അതാണ് ലെഫ്റ്റ് ലിമിറ്റ്. അത് എത്ര വരും? 3. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് 3 ആണ്. ഇനി റൈറ്റ് ലിമിറ്റ് കിട്ടാനായിട്ട് 5ന് നേരെയുള്ള 5ൻ്റെ റൈറ്റ് സൈഡിലെ പോർഷൻ്റെ പോയിൻ്റ് നോക്കുക. അപ്പോൾ 5ന് റൈറ്റ് സൈഡിലെ പോർഷൻ ഇതാണ്. ആ പോർഷൻ്റെ 5ന് എക്സൈസിലെ 5ന് നേരെയുള്ള പോയിൻ്റ് ഏതാണ്? എക്സൈസിലെ 5ന് നേരെയുള്ള പോയിൻ്റ് ഈ പോയിൻ്റാണ്. ഇനി ഈ പോയിൻറ്റിലെ വൈ കോർഡിനേറ്റ് എത്രയാണ്? അത് കാണാനായിട്ട് ഈ പോയിൻറ്റിൽ വൈ ആക്സിന്, ഈ പോയിൻറ്റിന് നേരെ വൈ ആക്സിലുള്ള പോയിൻ്റ് വാല്യൂ നോക്കുക, 5. അപ്പോൾ റൈറ്റ് ലിമിറ്റ് 5 ആണ്. അപ്പോൾ റൈറ്റ് ലിമിറ്റ് കാണാനായിട്ട് എക്സ് ഈക്വൽ ടു 5 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ റൈറ്റ് ലിമിറ്റ് കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ 5ന് വലതുവശത്തുള്ള പോർഷൻ നോക്കുക. ആ വലതുവശത്തുള്ള പോർഷനിൽ എക്സൈസിലെ 5ന് നേരെയുള്ള പോയിൻ്റ് നോക്കുക, ഈ പോയിൻ്റാണ്.
ആ പോയിൻ്റ് നേരെയുള്ള വൈ ആക്സിലെ വാല്യൂ നോക്കി 5. അപ്പോൾ റൈറ്റ് ലിമിറ്റ് 5 ആണ്. റൈറ്റ് ലിമിറ്റ് 5. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 3യും റൈറ്റ് ലിമിറ്റ് 5ഉം ആണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ലാത്തത് കൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. അറ്റ് എക്സ് ഈക്വൽ ടു 5 ലെഫ്റ്റ് ലിമിറ്റ് ഈസ് 3, റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു 5, ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. Therefore, limit x tends to 5 f of x does not exist. അപ്പോൾ ഇത്ര എഴുതിയാൽ മതിയാവും. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 10 എക്സ് ഗ്രേറ്റർ ദാൻ 5 2x മൈനസ് 7. അപ്പോൾ നമുക്ക് നിലവിലുള്ള ഈ ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷനിലെ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. if ബ്രാക്കറ്റിനുള്ളിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 10 x greater than 5 2x മൈനസ് 7. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ കമാൻഡ്. അപ്പോൾ എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ ഗ്രാഫ് ഇവിടെ വന്നിട്ടുണ്ട്. ഫംഗ്ഷൻ്റെ ഇക്വേഷൻ ഓൾജിബ്രയിലും കാണാം. അപ്പോൾ ഇവിടെയും ക്വസ്റ്റ്യൻസിന് മാറ്റമൊന്നുമില്ല. എക്സ് ഈക്വൽ ടു 5 ആകുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കണം. നോക്കുക. അപ്പോൾ ഇവിടെയും ഗ്രാഫ് എക്സൈസിലെ 5ന് നേരെ 2 പോർഷനായിട്ട് മാറിയിട്ടുണ്ട്. ലെഫ്റ്റ് ലിമിറ്റ് കാണാനായിട്ട് എക്സ് ഈക്വൽ ടു 5ലെ ലെഫ്റ്റ് ലിമിറ്റ് കാണാനായിട്ട് 5ന് ഇടതുവശത്തുള്ള പോർഷൻ നോക്കുക. അപ്പോൾ ഈ പോർഷനാണ്. ഈ പോർഷനിൽ 5ന് നേരെയുള്ള പോയിൻ്റ് നോക്കുക. എക്സൈസിലെ 5ന് നേരെയുള്ള പോയിൻ്റ് ഇതാണ്. അതിന് നേരെയുള്ള വൈ വാല്യൂ എടുക്കുക. അത് 5. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 5 ഈസ് 5 ആണ്. ഇനി റൈറ്റ് ലിമിറ്റ് കാണാനോ 5ന് റൈറ്റ് സൈഡിലുള്ള പോർഷൻ, ആ പോർഷനിൽ 5ന് നേരെയുള്ള പോയിൻ്റ് കണ്ടുപിടിക്കുക. ആ പോയിൻ്റ് ഇതാണ്. ആ പോയിൻ്റ് നേരെയുള്ള വൈ വാല്യൂ 3. അപ്പോൾ റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 5 ഈസ് 3. ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 5 ഈസ് 5. റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 5 ഈസ് 3. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല, അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം. അറ്റ് എക്സ് ഈക്വൽ ടു 5 ലെഫ്റ്റ് ലിമിറ്റ് ഈസ് 5, റൈറ്റ് ലിമിറ്റ് ഈസ് 3, ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, ദെയർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇത്ര എഴുതിയാൽ മതിയാവും. നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കൂടെ നോക്കാം. അതിനായിട്ട് ഈ ഫംഗ്ഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. മൂന്നാമത്തെ നോക്കുക. എഫ് ഓഫ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 7 എക്സ് ഗ്രേറ്റർ ദാൻ 5 എക്സ് മൈനസ് 2. അപ്പോൾ നമുക്ക് ഈ ഇൻപുട്ട് കമാൻഡ് കൊടുത്ത് എഫ് ഓഫ് എക്സ് വരയ്ക്കാം. വീണ്ടും ഇൻപുട്ട് ബാറിൽ നമുക്ക് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാം. ഇഫ് ബ്രാക്കറ്റിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 7. അപ്പോൾ എക്സ് സ്ക്വയറിന് എക്സ് ക്യാപ് 2 മൈനസ് 6x പ്ലസ് 7 എക്സ് ഗ്രേറ്റർ ദാൻ 5 എക്സ് മൈനസ് 2 എക്സ് മൈനസ് 2. എൻ്റർ കീ പ്രസ് ചെയ്യുക. നേരത്തെ കണ്ട പോലെ തന്നെ ഗ്രാഫ് വരുന്നു. അതിൻ്റെ ഇക്വേഷൻ ഓൾജിബ്രയിലുണ്ട്. നോക്കുക. എക്സ് ഈക്വൽ ടു 5ലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റുമാണ് കണ്ടത്. ഇവിടെയും എക്സൈസിലെ 5ന് നേരെ ഗ്രാഫ് 2 പോർഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 5 കാണാൻ 5ന് ഇടതുവശത്തുള്ള പോർഷനിൽ ഈ ഗ്രാഫിലെ പോയിൻ്റ് എക്സൈസിലെ 5ന് നേരെയുള്ള പോയിൻ്റ് നോക്കുക. 5ന് നേരെയുള്ള പോയിൻ്റ് ഇതാണ്. ആ പോയിൻ്റ് നേരെയുള്ള വൈ വാല്യൂ എത്രയാണ്? 2. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 2 ആണ്. ഇനി റൈറ്റ് ലിമിറ്റോ? റൈറ്റ് ലിമിറ്റ് 5ന് റൈറ്റ് സൈഡിലുള്ള പോർഷൻ ഇതാണ്. അതിൽ 5ന് നേരെയുള്ള പോയിൻ്റ് ഇവിടെ വരും. അപ്പോൾ
അതിന് നേരെയുള്ള y വാല്യൂ 3. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 2ഉം റൈറ്റ് ലിമിറ്റ് 3യുമാണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ലെഫ്റ്റ് ലിമിറ്റ് at x ഈക്വൽ ടു 5, ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു 2, റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു 3, ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, ദർഫോർ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുതുക. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഓപ്പൺ എ ന്യൂ ജിയോജിബ്ര വിൻഡോ ആൻഡ് ക്രിയേറ്റ് സ്ലൈഡേഴ്സ് എ ആൻഡ് ബി വിത്ത് ഇൻക്രിമെൻറ്റ് 0.1. യൂസിങ് ദി ഇൻപുട്ട് കമാൻഡ് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെയും 3 ഓപ്ഷൻസ് ആയിട്ട് 3 കമാൻഡ് നൽകിയിട്ടുണ്ട്. ഒരു ജിയോജിബ്ര വിൻഡോ എടുത്ത് 2 സ്ലൈഡർ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്, എ എന്നും ബി എന്നും, ഇൻക്രിമെൻറ്റ് 0.1. അപ്പോൾ നമുക്ക് ആദ്യം സ്ലൈഡർ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ തൽക്കാലം നമുക്ക് പുതിയ വിൻഡോ എടുക്കുന്നതിന് പകരം ഇതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. സ്ലൈഡറിൻ്റെ ടൂൾ എടുക്കാം. സ്ലൈഡറിൻ്റെ ടൂള് ഈ സെക്കൻഡ് ലാസ്റ്റ് ടൂളിലെ ആദ്യത്തെ ടൂളാണ്. ഇവിടെ തൊട്ടുണ്ടാക്കാം. ആദ്യത്തെ സ്ലൈഡറിന് എ എന്നാണ് പേര്. മിനിമം വാല്യൂം മാക്സിമം വാല്യൂം പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് -5 എന്നും 5 എന്നും തന്നെ കിടക്കട്ടെ. ഇൻക്രിമെൻറ്റ് 0.1 കൊടുത്തു. ഓക്കെ കൊടുക്കുക. ഒരു സ്ലൈഡറും കൂടെ വേണം. ടൂൾ ആക്റ്റീവായി കിടക്കുന്നതുകൊണ്ട് വീണ്ടും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ബി എന്ന പേര് ഡിഫോൾട്ടായിട്ട് വരും. ഇൻക്രിമെൻറ്റ് 0.1 കൊടുക്കുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ 2 സ്ലൈഡറുമായി. ഇനി എന്ത് ചെയ്യണം? സ്ലൈഡർ ഉണ്ടാക്കി ഇനി കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 x² - 6x + 8, x ഗ്രേറ്റർ ദാൻ 5 ax + b. അപ്പോൾ ഈ കമാൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്യുക. എഫ് ഓഫ് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നില്ല, ഈഫ് മുതലേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഈഫ് ബ്രാക്കറ്റ് കൊടുത്തു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, x² - 6x + 8, x greater than 5, ax + b. ഇതാണ് കമാൻഡ്. എൻ്റർ കീ കൊടുക്കുക. അപ്പോൾ ഗ്രാഫ് വരച്ചു. സ്ലൈഡറിൻ്റെ ടൂൾ ആക്റ്റീവായി കിടക്കുന്നതുകൊണ്ടാണ് ക്ലിക്ക് ചെയ്യുന്നിടത്ത് വരുന്നത്. ക്യാൻസൽ കൊടുക്കുക. ദെൻ ടൂളൊന്ന് മാറ്റിയിട്ടുള്ളുക. മൂവ് ടൂളിലേക്ക് പോവുക. ഇവിടെ നോക്കുക, ഗ്രാഫ് നോക്കുക. എക്സ് ആക്സിലെ 5ന് നേരെ ഇത് സംഭവിക്കുന്നത് 2 പോർഷനായിട്ടാണ് ഗ്രാഫ് കാണുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ചേഞ്ച് ദി വാല്യൂ ഓഫ് ദി സ്ലൈഡേഴ്സ് എ ആൻഡ് ബി സോ ദാറ്റ് ദി ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 5. റൈറ്റ് ദി വാല്യൂ ഓഫ് ദി സ്ലൈഡേഴ്സ് എ ആൻഡ് ബി, ദി ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് സ്ലൈഡേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എക്സ് ഈക്വൽ ടു 5ൽ ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കണം. ആ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കുക. എന്നിട്ട് സ്ലൈഡേഴ്സിൻ്റെയും അതുപോലെ ലിമിറ്റും എക്സ് ഈക്വൽ ടു 5ലെ ലിമിറ്റ് വാല്യൂവും എടുത്തെഴുതണം. അപ്പോൾ നോക്കാം. നിലവിൽ നോക്കുക, എക്സ് ആക്സിലെ 5ന് നേരെ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ്റെ ടിപ്പ് ഈ പോയിൻ്റാണ്. അതിന് നേരെയുള്ള y വാല്യൂ 3 ആണ്. അതായത് ലെഫ്റ്റ് ലിമിറ്റ് 3 ആണ്. അതുപോലെ റൈറ്റ് സൈഡിലെ പോർഷൻ്റെ ടിപ്പ് നോക്കുക. എക്സ് ആക്സിലെ 5ന് നേരെയുള്ള ടിപ്പ് ഇതാണ്. ലെഫ്റ്റ് എൻഡ് പോയിൻ്റ് ഇതാണ്. അതിന് നേരെയുള്ള വാല്യൂ 6 ആണ്. അതായത് ലെഫ്റ്റ് ലിമിറ്റ് 3യും റൈറ്റ് ലിമിറ്റ് 6 ആണ്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ലാത്തതുകൊണ്ട് നിലവിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആക്കുക. അതായത് ഈ 2 എൻഡ് പോയിൻറ്റ്സും കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ ഈ 2 എൻഡ് പോയിൻറ്റ്സും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന്. നമുക്ക് സ്ലൈഡറിൻ്റെ വാല്യൂ എ എന്നുള്ള സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കുക, ഇപ്പോൾ ഈ 5ന് നേരെ ഈ 2 പോർഷനും കൂട്ടി മുട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ 2ൻ്റെ എൻഡ് പോയിൻ്റ് ഈ ഒരേ പോയിന്റിൽ വന്നു കഴിഞ്ഞു.
അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ്റെ എൻഡ് പോയിൻറ്റ് അതിന് മാറ്റമൊന്നുമില്ല, ഈ പോയിൻ്റാണ്. അതിന് നേരെയുള്ള y വാല്യൂ നോക്കുക 3, അതായത് ലെഫ്റ്റ് ലിമിറ്റ് 3 ആണ്. ഇനി റൈറ്റ് സൈഡിലെ പോർഷൻ നോക്കുക, അതിന് എക്സ് ആക്സിലെ 5ന് നേരെയുള്ള എൻഡ് പോയിൻ്റ് ഇതാണ്, അതിന് നേരെയുള്ള y വാല്യൂയും 3 ആണ്. അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഇപ്പോൾ 3 ആയി കഴിഞ്ഞു. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ആ ലിമിറ്റ് വാല്യൂ ആണ് 3. അപ്പോൾ നമുക്ക് എഴുതേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എയുടെയും ബിയുടെയും വാല്യൂ എഴുതണം, ഈ ലിമിറ്റ് എത്രയാണെന്ന് എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുക. എ ഈക്വൽ ടു 0.4, ബി ഈക്വൽ ടു 1, ലിമിറ്റ് ഈക്വൽ ടു 3. ലിമിറ്റ് ഈക്വൽ ടു 3. ഇനി നമുക്ക് ഇതിലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിലവിലുള്ള ഫംഗ്ഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഈ ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്യുക. സ്ലൈഡർ കളയേണ്ട കാര്യമില്ല, കാരണം സ്ലൈഡർ നമുക്ക് ഈ 3 ഓപ്ഷനും വേണ്ടതാണ്. അപ്പോൾ ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. എഫ് ഓഫ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 10, എക്സ് ഗ്രേറ്റർ ദാൻ 5, ax പ്ലസ് ബി. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഒന്ന് ടൈപ്പ് ചെയ്യാം. if x less than or equal to 5, x square minus 6x plus 10, x greater than 5, ax plus b. എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ ഗ്രാഫ് വന്നു കഴിഞ്ഞു. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടതാണ്. ചേഞ്ച് ദി വാല്യൂ ഓഫ് ദി സ്ലൈഡേഴ്സ് a and b so that the limit of the function f of x exists at x equal to 5. സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കുക. നോക്കുക, ഇവിടെയും 5ന് നേരെ ഗ്രാഫ് 2 പോർഷനാണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് കാണാൻ ഈ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ്റെ എൻഡ് പോയിൻ്റ് നോക്കുക, 5ന് നേരെയുള്ള പോയിൻ്റ്. ആ പോയിൻറ്റിന് നേരെയുള്ള y വാല്യൂ നോക്കിയ 5, അതായത് ലെഫ്റ്റ് ലിമിറ്റ് 5 ആണ്. ഇനി റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നതോ ഈ റൈറ്റ് സൈഡിലെ പോർഷനിൽ എക്സ് ആക്സിലെ 5ന് നേരെയുള്ള പോയിൻ്റ് നോക്കുക, ഈ പോയിൻ്റാണ്. അതിന് നേരെയുള്ള വാല്യൂ 3 ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 5ഉം റൈറ്റ് ലിമിറ്റ് 3ഉം ആണ്. ഇത് രണ്ടും ഈക്വൽ ആക്കിയാൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നമുക്കപ്പോൾ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യാം. നോക്കുക, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ. ഇപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിട്ടുണ്ട്, കാരണം 2 പോർഷനും എക്സ് ആക്സിലെ 5ന് നേരെ ഒരേ പോയിൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എത്രയാണ്? 5 ആണ്. റൈറ്റ് സൈഡിലെ പോർഷൻ്റെ എൻഡ് പോയിൻ്റ് നോക്കിയാൽ അതും 5ന് നേരെയാണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 5 ആണ്. 2 ലിമിറ്റും ഈക്വൽ ആയതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 5. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം? എയുടെ വാല്യൂ എഴുതണം, ബിയുടെ വാല്യൂ എഴുതണം, ലിമിറ്റും എഴുതണം. അപ്പോൾ a ഈക്വൽ ടു 0.8, ബി ഈക്വൽ ടു 1, ലിമിറ്റ് ഈക്വൽ ടു 5. ഓർക്കുക, a ഈക്വൽ ടു 0.8, ബി ഈക്വൽ ടു 1, ലിമിറ്റ് ഈക്വൽ ടു 5. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അടുത്ത ഓപ്ഷൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഇവിടെ ഫംഗ്ഷൻ നോക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 7, എക്സ് ഗ്രേറ്റർ ദാൻ 5, ax പ്ലസ് ബി. വീണ്ടും ടൈപ്പ് ചെയ്യാം. if x less than or equal to 5, x square minus 6x plus 7, x greater than 5, ax plus b. കമാൻഡ് ടൈപ്പ് ചെയ്തു, എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് പോകാം. ഇവിടെ നോക്കുക, എക്സ് ആക്സിലെ 5ന് നേരെയുള്ള എൻഡ് പോയിൻറ്റ്, ലെഫ്റ്റ് സൈഡിലെ പോർഷൻ്റെ എൻഡ് പോയിൻറ്റ് ഇതാണ്. അതിന് നേരെയുള്ള y ആക്സിലെ വാല്യൂ 2. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 2 ആണ്. റൈറ്റ് ലിമിറ്റ് 5 ആണ്.
രണ്ടും ഈക്വലാക്കി മാറ്റിയാലേ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നമുക്ക് സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഈ രണ്ട് പോർഷൻസും കൂട്ടി യോജിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5ന് നേരെ ലെഫ്റ്റ് ലിമിറ്റ് എത്രയാണ്? ലെഫ്റ്റ് സൈഡിലെ പോർഷൻ്റെ എൻഡ് പോയിൻറ്റ്, ആ പോയിൻറ്റ് നേരെയുള്ള y വാല്യൂ നോക്കുക, 2 ആണ്. റൈറ്റ് സൈഡിലെ പോർഷൻ, ആ പോർഷൻ്റെ എൻഡ് പോയിൻറ്റ് ഇതാണ്, അതിന് നേരെയുള്ള y വാല്യൂയും 2 ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും 2 ആയി, റൈറ്റ് ലിമിറ്റും 2 ആയി. അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എടുത്തെഴുതേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. a = 0.2, b = 1, ലിമിറ്റ് = 2. a = 0.2, b = 1, ലിമിറ്റ് = 2. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ നോക്കുക. കൺസ്ട്രക്ട് ആൻ ആപ്ലെറ്റ് ആസ് ഫോളോസ്. കൺസ്ട്രക്ട് 2 sliders a and b with increment 0.1. ചേഞ്ച് ദി മാർക്കിംഗ് ഓൺ ദി എക്സ് ആക്സിസ് ഇൻ ടേംസ് ഓഫ് π/2. അപ്പോൾ നമുക്ക് നിലവിലുള്ള നമ്മളിപ്പോൾ ചെയ്ത വർക്കിൽ തന്നെ സ്ലൈഡേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എയും ബിയും, ഇൻക്രിമെൻറ്റ് 0.1. അപ്പോൾ ആ ഫംഗ്ഷൻ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എക്സ് ആക്സിലെ മാർക്കിംഗ് നമ്മൾ മാറ്റണം. അപ്പോൾ എക്സ് ആക്സിലെ മാർക്കിംഗ് മാറ്റാനായിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ പറയുന്നുണ്ട്. റൈറ്റ് ക്ലിക്ക് ഓൺ ദി ഗ്രാഫിക്സ് വ്യൂ, ദെൻ ഗ്രാഫിക്സ്, ദെൻ എക്സ് ആക്സിസ്, π/2. നമുക്കതങ്ങ് ചെയ്യാം. ഇവിടെ ഗ്രാഫിക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ദെൻ താഴെ ഗ്രാഫിക്സിൽ ചെല്ലുക. ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്ന വിൻഡോയിലെ എക്സ് ആക്സിൽ ക്ലിക്ക് ചെയ്യുക. എക്സ് ആക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റുന്നു. ഇവിടെ ഡിസ്റ്റൻസ് എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഡിസ്റ്റൻസിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ റൈറ്റ് സൈഡിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ π/2 എന്നൊരു ഓപ്ഷൻ കിട്ടും. π/2 എന്ന് കൊടുക്കുക. ഓക്കെ, അത് സെലക്ട് ചെയ്താൽ മതി. ദെൻ ഈ വിൻഡോ നമുക്കങ്ങ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ എക്സ് ആക്സിലെ നോക്കുക, π/2ൻ്റെ ടേംസിലായി. എക്സ് ആക്സിലെ യൂണിറ്റ് ഡിസ്റ്റൻസ് π/2 ആണ്. ഇനി ബാക്കി ചെയ്യാം. യൂസിങ് ദി ഇൻപുട്ട് ഇഫ് എക്സ് ലെസ് ദാൻ π/2, a star sin x, 2πx plus b. ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f of x. അപ്പോൾ ഈ നൽകിയിരിക്കുന്ന കമാൻഡ് അതേപടി തന്നെ ടൈപ്പ് ചെയ്യണം. ഇതിലെ കൊമയും ബ്രാക്കറ്റും ഒന്നും മാറിപ്പോകരുത്. അതേ രീതിയിൽ അങ്ങ് ടൈപ്പ് ചെയ്യണം. നമുക്ക് ടൈപ്പ് ചെയ്യാം. ഈ π/2 എന്ന് ടൈപ്പ് ചെയ്യാനാണ് PI എന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ജിയോജിബ്ര വിൻഡോയിൽ ടൈപ്പ് ചെയ്യാം. ഇവിടെ താഴെ ഇൻപുട്ട് ബാറിൽ ഇഫ് ബ്രാക്കറ്റ് എക്സ് ലെസ് ദാൻ PI/2, എക്സ് ലെസ് ദാൻ π/2, a star sin x, സൈൻ എഴുതി ബ്രാക്കറ്റിലാണ് എക്സ്, അങ്ങനെ തന്നെ കിടക്കട്ടെ, sin x, അടുത്ത ബ്രാക്കറ്റിൽ 2/π ആണ്, ബ്രാക്കറ്റിന് പുറത്ത് എക്സ് പ്ലസ് ബി. ഇങ്ങനെയാണ് കമാൻഡ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ കമാൻഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. ദെൻ അപ്പോൾ എയും ബിയും 1 ആയി കഴിഞ്ഞാൽ ഇതങ്ങനെ വരും എന്ന് നോക്കുക. ഗ്രാഫ് ഈ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക, എയും ബിയും 1-ലാണ് നിൽക്കുന്നതെങ്കിൽ. ഇനി നമുക്ക് ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് ദി സ്ലൈഡേഴ്സ് എ ആൻഡ് ബി സോ ദാറ്റ് ദി ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് π/2 ഈസ് 3. ഡ്രോ എ റഫ് സ്കെച്ച് ഓഫ് ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ ഇൻ യുവർ ആൻസർ ഷീറ്റ്. അപ്പോൾ π/2 നേരെ എയും ബിയും അഡ്ജസ്റ്റ് ചെയ്ത് x = π/2 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് 3 ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ π/2 നേരെ ഗ്രാഫ് 2 പോർഷനായിട്ടാണ് നിൽക്കുന്നത്. ലെഫ്റ്റ് ലിമിറ്റ് 1ഉം റൈറ്റ് ലിമിറ്റ് 2ഉമാണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x = π/2 നേരെയുള്ള ലിമിറ്റ്, അല്ലെ x = π/2 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് 3 ആക്കി മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ രണ്ട് പോർഷൻ്റെയും എൻഡ് പോയിൻ്റ് 3ക്ക് നേരെ കൊണ്ടുവരണം, അവിടെ വെച്ച് യോജിപ്പിക്കണം.
അപ്പോൾ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ രണ്ട് എൻഡ് പോയിൻറ്റും 3യിൽ കൊണ്ട് നിർത്തിയാലേ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 3 ആയി എക്സ് ഈക്വൽ ടു പൈ ബൈ 2ൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് 3 ആവുള്ളൂ. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ പൈ ബൈ 2ന് നേരെ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ്റെ എൻഡ് പോയിൻറ്റ് 3ക്ക് നേരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 3 ആയി. ഇനി ഈ പോർഷൻ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ലിമിറ്റും 3 ആവും. ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും ഈ പൈ ബൈ 2ന് നേരെ രണ്ട് പോർഷൻ്റെയും എൻഡ് പോയിൻറ്റ്സ് 3ക്ക് നേരെയായി, വൈ ആക്സിലെ 3ക്ക് നേരെ. അതായത് ലെഫ്റ്റ് ലിമിറ്റും 3 ആയി, റൈറ്റ് ലിമിറ്റും 3 ആയി. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് വാല്യൂ 3 ആണ്. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2 ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് 3. ഇനി എയുടെയും ബിയുടെയും നമ്മൾ എന്തൊക്കെ എടുത്തെഴുതണം? ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് ദി സ്ലൈഡേഴ്സ് എ ആൻഡ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയുടെയും ബിയുടെയും വാല്യൂ എഴുതണം, അതുപോലെ ഒരു റഫ് സ്കെച്ച് വരയ്ക്കണം. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് എടുത്തെഴുതാം. എ ഈക്വൽ ടു 3, ബി ഈക്വൽ ടു 2. ഈ ഫിഗർ നോക്കി ഒരു റഫ് സ്കെച്ച് വരയ്ക്കുക. അപ്പോൾ ഇതോടുകൂടി ലാബ് 13 ലിമിറ്റ്സിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു.